അഡീനിയം ചെടികൾ നമ്മുടെ ഗാർഡനിൽ നല്ല ഭംഗി കൊടുക്കുന്ന ചെടികളാണ്. പൂക്കൾ കൊണ്ടും ചെടികൾ കൊണ്ടും നല്ല ഭംഗിയാണ്. അപ്പോൾ ബോൺസായി ലുക്ക് പോലെയാണ് നമ്മുടെ അഡീനിയം ചെടികൾ. പൂക്കളാന്ന് വെച്ചാൽ കുറേ കാലം വാടാണ്ട് ഇരിക്കും. അതുപോലെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഗാർഡനിൽ ലൈറ്റ് റോസിൽ, വൈറ്റിൽ, പിങ്കിലൊക്കെ ഇങ്ങനെ റെഡ് ഒക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ വെയിൽ കാലത്ത്, അതായത് ജനുവരി മാസം തൊട്ട് അങ്ങോട്ട് നമ്മുടെ അഡീനിയത്തിൻ്റെ പൂക്കൾ നിറഞ്ഞുണ്ടാവുന്നതാണ്. അപ്പം നല്ല ഹെൽത്തിയായ ചെടികൾക്ക് മാത്രമേ ഇതുപോലെ പൂക്കൾ ഉണ്ടാവുള്ളൂ. ഇതൊരു നുള്ളെടുത്ത് കലക്കി നമ്മുടെ അഡീനിയം ചെടികൾക്ക് പ്രൂണിങ്ങിന് ശേഷം കടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നിറഞ്ഞ് പൂക്കളുണ്ടാവും. ചെടി നല്ല ശാഖകളും പിന്നെ വിത്തുകളും പൂക്കളും പൂമുട്ടുകളൊക്കെ നിറഞ്ഞുണ്ടാവും. ചെടി നല്ല ഹെൽത്തിയാവും, പച്ചപ്പിൽ വളരും ചെയ്യും. ഇത് നമ്മുടെ ലൈറ്റ് റോസ്, അരുവശത്ത് ഡാർക്ക് റോസും കൂടിയ സിംഗിൾ പെറ്റൽ അഡീനിയം ചെടിയാണ്. നല്ല പുഷ്ടിയുള്ള ചെടിയാണ്. പുഷ്ടി എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്. അതുപോലെ തന്നെ ഇവിടെ വിത്ത് ഉണ്ടായിട്ടുണ്ട്, ബീൻസിൻ്റെ പോലെ 2 വിത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ എണ്ണിലും മുട്ട് നിറഞ്ഞുണ്ടാവുന്നുണ്ട്. ഇനി അങ്ങോട്ട് പൂക്കളുടെ കാലമാണ്. ചെടി നല്ല ബോൺസായി പോലത്തെ ലുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ചില ചെടികൾ ഞാൻ പ്രൂൺ ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് പ്രൂൺ ചെയ്യണത്. ഇപ്പോൾ പൂക്കളുള്ള കാരണം ഈ ചെടി പ്രൂൺ ചെയ്യണില്ല. പൂക്കളില്ലാത്ത ചെടി പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു നുള്ള് നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൽ കലക്കി കൊടുത്താൽ മതി. നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആവും. ചെടികൾ നല്ല ഹെൽത്തി ആവാൻ വേണ്ടി നമ്മൾ പ്രൂണിങ് അത്യാവശ്യമാണ്. അപ്പോഴാണ് പൂക്കൾ നിറഞ്ഞുണ്ടാവുക. അപ്പോൾ ഈ ചെടി ചില്ലേമ പൂക്കളൊന്നുമില്ല. അപ്പോൾ നമ്മളിത് 1 ഇഞ്ച് കനത്തിൽ ഇതിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. പുതിയ ബ്ലേഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് സ്റ്റെറിലൈസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നിട്ട് വേണം നമ്മൾ പ്രൂണിങ് ചെയ്യാനായിട്ട്. ഹാർഡ് പ്രൂണിങ്ങാണ് നമ്മുടെ അഡീനിയം ചെടികൾക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോഴാണ് പൂക്കൾ നിറഞ്ഞുണ്ടാവുക. ഇതിപ്പോൾ ചെടി പൂക്കളില്ലാണ്ട് നിൽക്കണം. ഈ സമയത്ത് നമ്മൾ റൂട്ട്സും പ്രൂൺ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ചെടി റിപ്പോർട്ട് ചെയ്യണില്ല, ജസ്റ്റ് പ്രൂണിങ് മാത്രമേ ചെയ്യണുള്ളൂ. പ്രൂണിങ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെടി നല്ല ഹെൽത്തി ആവാനുള്ള വളം കൊടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ ഫ്ലവറിങ് ഉണ്ടാവാനുള്ള ബൂസ്റ്റർ ചേർക്കാനായിട്ട്. ഓക്കെ ഉണ്ട്. ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തതൊക്കെ ഒപ്പിയെടുക്കാം. അതിൽ നിന്നൊരു വെള്ളം പോലെ അങ്ങനെ ഊർന്നു വരും. അതൊന്ന് ഒപ്പിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതിൽ കൂടെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ചീഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഒരു ഫംഗിസൈഡ് തേക്കണം. ഒന്നുമില്ലെങ്കിൽ മെഴുകുതിരി ഒറ്റിച്ച് കഴിഞ്ഞാൽ വെള്ളം അതിലേക്ക് ഇറങ്ങിപ്പോവില്ല. അല്ലെങ്കിൽ നമ്മൾ സാഫ് ഫംഗിസൈഡ് തേച്ച് പിടിപ്പിക്കണം. ഇതൊക്കെ നേരത്തെ തേച്ച് പിടിപ്പിച്ചുള്ളതാണ്. കണ്ട ലൈറ്റ് ബ്ലൂ കളറിൽ ഇതാണ് സാഫ് ഫംഗിസൈഡ്. ഇത് നമുക്ക് കലക്കി എടുക്കാം. സാഫ് കലക്കിയതാണ്. ഇത് നമ്മൾ ഇതിവിടെ ഒന്ന് തുടച്ച് ഇങ്ങനെ വെക്കണം. അങ്ങനെ ഒന്ന് തരി വെള്ളം പോലും നമ്മൾക്ക് ഇറങ്ങില്ല അതിൽ. പിന്നെ നമ്മൾ നനയ്ക്കുമ്പോഴൊക്കെ ഈ കടയ്ക്ക് നോക്കിയിട്ട് നനയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ കാലത്ത് നേരെ നനയ്ക്കണം. പിന്നെ 2 ദിവസമോ 3 ദിവസം കൂടിയതിന് ശേഷം നമ്മൾ നനയ്ക്കാനും പാടുള്ളൂ. ഇതാണ് നമ്മൾ ആദ്യം തന്നെ പ്രൂണിങ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം. അഡീനിയത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അഡീനിയം ചെടി വളർത്തുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വേണ്ടത് ഒരു ഫംഗിസൈഡും അത് എപ്പോഴും വേണം നമ്മുടെ കയ്യിൽ. ഇതെപ്പോഴും ഇങ്ങനെ പ്രൂണിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഫംഗിസൈഡ് കൊണ്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഫംഗിസൈഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചെടികളുടെ ഇടയിൽ മിലിബഗ് അതുപോലെ ചെറിയ കീടങ്ങളൊന്നും വരാണ്ടിരിക്കാനായിട്ട്. ഇത് എപ്സം സാൾട്ടാണ്, അതായത് മഗ്നീഷ്യം സൾഫേറ്റ്. ചെടിക്ക് നല്ല വളർച്ച കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്. അപ്പോൾ നിറഞ്ഞ് ശാഖകളുണ്ടാവുമ്പോൾ എല്ലാ ശാഖയിൽ പൂക്കളുണ്ടാവും ചെയ്യും. ഇതൊരു നുള്ള് നമ്മുടെ ഗ്ലാസ്സിക്ക് ആക്കി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിൻ്റെ കടയ്ക്കൊന്ന് ഇളക്കാം. നമ്മുടെ ചെടിയുടെ കടയ്ക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ചെടിയിൽ നിറഞ്ഞ് ബ്രാഞ്ചസ് വരും. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം നമ്മൾ ചെടിക്ക് വളർച്ചയ്ക്കുള്ള വളമാണ് ചേർക്കേണ്ടത്, അതായത് മഗ്നീഷ്യം സൾഫേറ്റ് ചേർന്ന വളം. അതിന് ശേഷം വേണം നമ്മൾ 15 ദിവസം കഴിഞ്ഞ് നമ്മൾ പൂക്കളിടാനുള്ള വളം ചേർക്കണം. 15 ദിവസം കഴിഞ്ഞ് നമ്മൾ ചെടി നല്ല വളർച്ചയാവും. അതിനുശേഷം നമ്മൾ ഈ DAP വളം ചെടിയുടെ കടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ചെടിയുടെ വലിപ്പം അനുസരിച്ച് 5-10 മണി ചേർക്കണം. ഇതിനൊരു 10-15 മണി ഞാൻ ചേർത്തിട്ടുണ്ട്. വലിയ ചെടിയല്ലേ. ഇത് NPK വളമാണ്. അത് നല്ലോണം പൊട്ടാഷ്യം കണ്ടന്റ് ഉള്ളതിന് പൂക്കൾ നിറഞ്ഞുണ്ടാവും. ഇത് നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെടിയുടെ തുമ്പത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്താൽ മതി. പൂക്കൾ നിറഞ്ഞുണ്ടാവും. അഡീനിയത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളമാണ് DAPയും അതുപോലെ തന്നെ NPK വളം. ചാരം നല്ലതാണ്. അതുപോലെ തന്നെ മുട്ടത്തോടും ചാരവും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്.
ഇത് നമ്മുടെ അഡീനിയൻ ചെടികളിലുണ്ടായി വിത്തുകളാ കണ്ട. ലൈറ്റ് റോസ് ഫ്ലവറിൻ്റെ ചെടിയുടെ വിത്താണ്. ഇതിൽ നമുക്ക് വെള്ള അഡീനിയവും കിട്ടാം, ഡാർക്ക് റെഡും ഒക്കെ. അത് പല രീതിയിൽ മാറി മാറി വരാറുണ്ട്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇവിടെ റബ്ബർ ബാൻഡ് നൂലോ കെട്ടണം. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞത് ഇതുപോലെ അപ്പൂപ്പന്താടി പോലത്തെ വിത്തുകൾ നിറഞ്ഞുണ്ടാവും. അതിൽ നല്ല എടുക്കുമ്പോൾ കട്ടിപ്പുള്ള വിത്ത് നോക്കിയിട്ട് പാവിയാൽ മതി. നിറഞ്ഞ തൈകളുണ്ടാവും. ഒരു 100 വിത്തുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ നടണം. അതായത് ഇത് കഴിഞ്ഞ് അടുത്ത കൊല്ലത്തേക്കായിട്ട് എടുത്ത് വെക്കരുത്. ഉണങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കുഞ്ഞ് തൈകളുണ്ടാവും.